ബാബു നമ്മളെ വട്ടം പിടിച്ചു. ബാബുവിന് വേണ്ടി വോട്ട് പിടിക്കും, സ്വരാജിനെ തോൽപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചു. സ്വരാജ് തോറ്റുപോയി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു തെറ്റായ തീരുമാനമായിരുന്നുവെന്ന്. ഇപ്പൊ ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് അതിന് പ്രായശ്ചിത്തം ചെയ്യാനാണ്. എൻ്റെ ഒരു പ്രായശ്ചിത്തമായിരുന്നു ഇതിനെ കൂട്ടിയാൽ മതി. രാഷ്ട്രീയം പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ പിണറായി ഗവൺമെന്റ് അവരുടെ വിജയഗാഥയെക്കുറിച്ച് പറയുമ്പോൾ, നാട്ടിലുണ്ടായ വികസനത്തിനെ കുറിച്ച് പറയുമ്പോൾ, ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ, ഹൈവേയെക്കുറിച്ച് പറയുമ്പോൾ, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, NH-66, വിഴിഞ്ഞം പദ്ധതി, വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ആരോഗ്യരംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഒരുപാട് കാർഷിക മേഖലയിലുണ്ടായിട്ടുള്ള വിജയം, അതുപോലെ ക്ഷേമ പദ്ധതി, ട്രോൾ നിരോധിച്ച സമയത്ത് പണിയില്ലാതിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ, വെള്ളപ്പൊക്കക്കാലത്ത്, കോവിഡ് കാലത്ത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി കിറ്റുകൾ, സൗജന്യ റേഷൻ, നഗരവും നാടും ശുചീകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ, വൃദ്ധന്മാർക്കുള്ള, വയോധികർക്കുള്ള ആനുകൂല്യങ്ങൾ, ആശുപത്രികൾ ഹൈടെക് ആകുന്നു.